ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ മലപ്പുറം വേങ്ങര സഭാ സ്ക്വയറിൽ മറൈൻ എക്സ്പോ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. മാർച്ച് 13 ഈ ഒരു എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി, പക്ഷേ ഞങ്ങളിപ്പോഴാണ് ഈ ഒരു എക്സ്പോ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു സംഭവങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ എക്സ്പോക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇവിടെ എക്സ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് 4 മണി മുതൽ രാത്രി 9:30 വരേക്കാണ്. അപ്പോൾ ഇതവിടെ 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും പിന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ടിക്കറ്റ് ഇവിടെ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ്, പുറത്താണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെയാണ് കേട്ടോ എക്സ്പോ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ 100 രൂപയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാനിവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുള്ളത് എന്നൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് ഒരു 5:30 ഒക്കെ ആയൊരു സമയത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അവിടുന്ന് പോരുന്ന ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നല്ല ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ അതാ കയറി ചെല്ലുന്നവിടെ തന്നെ കാശ്മീർ തീമിൽ കുറച്ച് സ്നോൻ്റെ ഒരു ഫാൻറ്റസി പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ടൊരു കുഞ്ഞു ബ്രിഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡിൽ വാട്ടർഫോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വാട്ടർഫോൾസും റിവറും ഒക്കെ അതാണ്. പിന്നെ ഇതാ അവിടെ ഒരുപാട് പെൻഗിൻസിനെയും അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങളുടെയും ഒക്കെ ഒരു തീമിൽ ഒരുപാട് സ്റ്റാച്യു ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അതിനകത്ത് കയറിയപ്പോൾ പിന്നെ കുട്ടികളൊന്നും പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവരൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള മൃഗങ്ങളെയൊക്കെ ഓടിച്ചാടി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരൊക്കെ. അപ്പോൾ അത് ആദ്യമൊക്കെയാണ് ഇവിടെ എക്സ്പോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെയൊക്കെ ഒരു പോസ്റ്റർ കണ്ടിട്ട് വീട്ടിൽ വന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എക്സ്പോ ഉണ്ട് 30-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതാ 30-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ എന്നും എക്സ്പോ കാണാൻ പോണ ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഇന്നത്തോടു കൂടി അതങ്ങ് അവസാനിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ എന്തിൻ്റെ കുഞ്ഞാണോ എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും കാശ്മീർ റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതാ ഒരുപാട് കരടികളും അതുപോലെ തന്നെ ആപ്പിൾ ട്രീസ് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടെ അങ്ങ് ദൂരത്തായിട്ട് ഒരു വെള്ള ആനനെ കാണുന്നുണ്ട് കേട്ടോ. ഐരാവതാണോ എന്തോ, ഐരാവതല്ലേ ഇവിടെ എടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. ഐരാവതത്തിന് ചിറകുകളുണ്ടാവൂലേ? ഇനി അതോ കാശ്മീരിലുള്ള ആന വൈറ്റ് കളറിലാണോ ഉണ്ടാവുക, ആഫ്രിക്കൻ ആനാണോ ബ്ലാക്ക്, എന്താ എനിക്കറിഞ്ഞൂടാട്ടോ. എന്തായാലും സംഭവം നല്ല രസമുണ്ട് കേട്ടോ, വെളുത്താന. അങ്ങനെ അതാ ആനനെ കണ്ടു. പിന്നെ അതാ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കുറേ സ്നോ ഹട്ടുകളുണ്ട്. പിന്നെ അതാ ആപ്പിൾ ട്രീസ്, പെൻഗിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാസിക്കുട്ടനെ ആനനെ കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവനങ്ങനെ കണ്ടിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു ആപ്പിൾ ട്രീന്ന് ഒരുപാട് ആപ്പിൾസൊക്കെ താഴെ വീണ് എടുക്കുന്നുണ്ട്. എനിവേ ഞങ്ങളിതാ ആനയുടെ കൂടെയൊക്കെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി എന്തൊക്കെയുണ്ട് ഇതിനകത്ത് എന്നുള്ളതൊക്കെ നമുക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു മീനിൻ്റെ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ എനിക്ക് കണ്ടപ്പോൾ നമ്മുടെ മൈസൂരുള്ള രാജൻ ഫിഷ് അക്വേറിയത്തിനൊക്കെ പോലെ തോന്നി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോടുള്ള ബീച്ച് അക്വേറിയം, അതുപോലെയൊക്കെ തോന്നിയിട്ടാണ്. പക്ഷേ ഇതൊക്കെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഈ ഒരു കുഞ്ഞു മീനിൻ്റെ ലോകം അത്രക്കും ടൈനി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനുകളാണ് കേട്ടോ. നല്ല കുഞ്ഞു കുഞ്ഞു മീനുകൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
ആ ഒരു മീനിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് ഇതിനകത്തൊന്ന് പോയി നോക്കാം. അപ്പോൾ ദാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പോകുന്ന വഴിയിലൊക്കെ അവിടെ അവിടെ ആയിട്ട് ഓരോരോ അക്വേറിയങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിനകത്തൊക്കെ ചെറിയ ചെറിയ പള്ളത്തി കുഞ്ഞുങ്ങളൊക്കെ പോലെയുള്ള ചെറിയ ചെറിയ അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത തരത്തിലുള്ള പല പല മീനുകളും. ശരിക്കും കാണുമ്പോൾ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണോ എന്ന് തോന്നിപ്പോകും. അത്രക്ക് ഭംഗിയുണ്ട് ഇത് നേരിൽ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഒരു വെൽവെറ്റ് പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ടിങ്ങിലേ കാണുന്നവർക്കറിയാം വലിയ റഷ്യൊന്നും ഇല്ല. പക്ഷേ അങ്ങകലായിട്ട് എന്താണ് ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. അത് ഗൈസ് അപ്പപ്പെടെയാണ് മത്സ്യകന്യക ഉള്ളത് കേട്ടോ. പിന്നെ അതാ ആ മീനിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്. കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസും ഒക്കെ സെല്ല് ചെയ്യുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന മിഠായികൾ സെല്ല് ചെയ്യുന്നവർ, അതുപോലെ തന്നെ കാലിഗ്രഫി ചെയ്യുന്നവർ, ഹൽവ, പിന്നെ പോപ്കോൺ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ അവിടെ ആയിട്ട് റിങ്ങിലൊക്കെ നെയിം എഴുതി കൊടുക്കുന്ന ആ ഒരു സംഭവമുണ്ട്. അങ്ങനെ അതാ അവിടെ നിന്നൊക്കെ വന്നിട്ട് പിന്നെ അതാ ഇവിടെയാണ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിനകത്ത് കയറിയതിൽ പിന്നെ കുട്ടികൾ ഭയങ്കര തിരക്കാണ്. ഇതിൽ കയറുക അതിൽ കയറുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കയറാണെങ്കിലും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. പിന്നെ അതാ ദൂരെ കാണുന്ന ആ ഒരു ഹാമർ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ കറങ്ങണേ, അത് മാത്രം ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ അത് അവിടെ പാനിപ്പൂരി സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ കുട്ടികൾ വാശി പിടിച്ച് ഈ ഒരു സംഭവത്തിനകത്ത് കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ അവരെ അതിനകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ടിക്കറ്റ് ചാർജ് വരുന്ന ഒരാൾക്ക് 50 രൂപ വെച്ചാണ്. അങ്ങനെ അത് അവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അത് അവിടെ ഒരു കുഞ്ഞിക്കുഴി പോലത്തെ ഒരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഇതിനകത്ത് കയറണം എന്ന് പറഞ്ഞപ്പോൾ അത് അവർ അതിനകത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ടിക്കറ്റ് മുതലായത് ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ടൈമിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ചാറ്റുകൊട്ട, പിന്നെ കുറച്ച് കുട്ടികളെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ അതാ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു റോബോട്ട് പോലത്തെ ഒരു കാർ ഉണ്ടായിരുന്നു കേട്ടോ, മാഗ്നറ്റിൻ്റെ. അതിനകത്ത് കയറണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് പിന്നെ അതാ ലാസ്റ്റായിട്ട് അതിനകത്തുകൂടി അവരെ കയറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്താൽ പിന്നെ അവർ കയറണമെന്നില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ആ ക്യാഷ് തിരിച്ച് തരൂല. ഞങ്ങൾ അതിനകത്ത് കയറാൻ 3 ആൾക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ അനിയത്തി കയറാൻ കൂട്ടാക്കാത്തതുകൊണ്ട് തന്നെ പൈസ തിരിച്ച് തരൂല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എന്താ വലിയ അനിയത്തിനെ അതിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ആൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ അവളെ പിടിച്ചിരുത്തിയത്. സോ വീഡിയോ എടുത്തിട്ടൊന്നും ആൾ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതാ മാജിക്കുട്ടനെ ഇവിടെയൊക്കെ കണ്ടപ്പോൾ പിന്നെ താഴെ ഇറങ്ങണം. ഇതാ അവനിവിടെ അങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ നേരത്തെ കണ്ട പോലെ തന്നെ ഫാമിലി ഗെയിമിങ്ങും സ്റ്റാളുകളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് ബലൂൺ സെല്ലേഴ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ അത് അവിടെ ഒരുപാട് സാപ്ലിങ്സ് ഒക്കെ സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ.
റംബുട്ടാൻ അതുപോലെ തന്നെ സപ്പോട്ട തുടങ്ങിയിട്ടുള്ള ഒരുപാട് തൈകൾ ഇതിനകത്തുണ്ട്. ചിലതൊക്കെ നന്നായിട്ട് തന്നെ കാഴ്ചയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അതവിടെ ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അത് അവിടെയാണ് എക്സിറ്റ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ ഇതുപോലുള്ള എക്സ്പോക്ക് ഒന്നും ഇതുവരെ പോയിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തോളൂ. ഫാമിലിയുടെ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മറൈൻ എക്സ്പോയിൽ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഓട്ടോയിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.